ഹലോ മൈ ഡിയർ ആർട്ട് ലവേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മളിതാ ഒരു ലിപ്പൻ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. സോ സാധാരണ നമ്മൾ ലിപ്പൻ ആർട്ടിന് വേണ്ടിയിട്ട് MDF ബോർഡാണ് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലൈവുഡാണ്. പ്ലൈവുഡിൻ്റെ തിക്നെസ് കണ്ടോ, ഇത് തിക്നെസ് അധികമാണ്. സാധാരണ നമ്മൾ MDF യൂസ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ബോർഡാണ് നമുക്ക് കിട്ടുക. സോ ഇതിൽ വൈറ്റ് കളർ കാണുന്നത് ഞാൻ ജെസ്സോ അപ്ലൈ ചെയ്തതാണ്. കാരണം പ്ലൈവുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് സ്മൂത്ത് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജെസ്സോ അപ്ലൈ ചെയ്തത്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ആ 2 പാക്കറ്റിലെയും ആ സംഭവങ്ങൾ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ മിക്സ് ചെയ്ത് നമ്മളിതാ ഈ ഒരു പരുവത്തിലാക്കണം. ഈ ഒരു പരുവത്തിലാക്കി എടുത്തതിന് ശേഷമാണ് ബാക്കി നമ്മളുടെ പണി. അത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ദാ ഈ ഒരു കളറിലാണ് അത് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ ദാ ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കുകയാണ്. പരത്തല്ല, ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ആൻഡ് ദെൻ ഞാനിത് ഓൾറെഡി ഡിസൈൻ വരച്ചു വെച്ചതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഓരോ നമ്മളുടെ മോൾഡിറ്റുകൊണ്ട് ചെയ്ത് വെച്ച ആ ഒരു സംഭവം കൊണ്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്യുക മീൻസ് അവിടെ ആ ഒരു വരകളുടെ മുകളിൽ കൂടെ നമ്മൾ ഈ മോൾഡിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ബോർഡർ കൊടുക്കുകയാണ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള നമ്മളുടെ പ്ലൈവുഡാണ്. പക്ഷേ നിങ്ങളിപ്പം MDF ബോർഡ് വാങ്ങിക്കുമ്പോൾ അതിന് അത്ര റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു 150 ബിലോ മാത്രമേ വരുള്ളൂ. ചെറുതൊക്കെയാണ് അതിലും കുറയും. സോ ചെറിയ ഒരു ബോർഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ചെറിയ ബോർഡ് വാങ്ങിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ഡിസൈൻസ് വരച്ചതിന് ശേഷം ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ച ആ ഒരു പോർഷൻ കണ്ടില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ കണ്ടില്ലേ, ആ പെറ്റൽസ് ഡിഫൈൻഡ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളുടെ 2 വിരലും വെച്ച് ആ ഫ്ലോറൽസിൻ്റെ കണ്ടോ ഈ ഒരറ്റത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഡിഫൈൻഡ് ആയിട്ട് ആ പെറ്റൽസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അതിൻ്റെ ആ ഒരു മോൾ ഭാഗം സർഫസ് നമുക്ക് നന്നായിട്ട് നല്ലൊരു മിനുസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൗഡർ ഇട്ടതിന് ശേഷം ആ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ആ പൗഡർ അപ്ലൈ ചെയ്താൽ അവിടെയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ ഈ കാണുന്ന പെറ്റൽസ് മുഴുവൻ ഇതുപോലെ ചെയ്യുക. ഇവിടെയൊക്കെ കട്ട് ചെയ്യുമ്പം നന്നായിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. കാരണം ഇത് തൊടുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ഇതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പെർഫെക്ഷൻ ഒന്നും വേണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളിങ്ങനെ ചെയ്തിട്ടാണ് പെർഫെക്റ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ തന്നെ ഓടാൻ പഠിച്ച ആൾക്കാരല്ലല്ലോ. നമ്മൾ മുട്ടിലിഴഞ്ഞ് പിന്നെ പിച്ച വെച്ച് നടന്ന് പിന്നെയല്ലേ നമ്മൾ ഓടാൻ പഠിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് എപ്പോഴും ഓർക്കുക. അപ്പോൾ ഇതാ നമ്മൾ ബാക്കി വരച്ചതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഡിസൈൻസിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഇതുപോലെ നമ്മളുടെ മോൾഡിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദിസ് ലിപ്പൻ ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിറർ വർക്ക് എന്ന് പറയും. അപ്പോൾ ഈ ലിപ്പൻ ആർട്ട് അത് നമ്മളുടെ കച്ച് ഗുജറാത്തിലെ ട്രഡീഷണൽ ആർട്ട് വർക്കാണ്. ഓക്കെ, ഈ ലിപ്പൻ എന്ന് പറയുന്നത് മഡ് അല്ലെങ്കിൽ മിറർ വർക്ക് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സാധാരണ ചെയ്യുന്നത്, അതായത് ട്രഡീഷണലി ചെയ്യുന്നത് നമ്മളുടെ മഡും പിന്നെ അതുപോലെ തന്നെ ക്യാമൽ ഡങ് എന്ന് പറയുന്നത് നമ്മളുടെ ഒട്ടകത്തിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ്, അതായത് ചാണകം പോലെ തന്നെ ഒട്ടകത്തിൻ്റെ വേസ്റ്റ്, അതും മഡും വെച്ചിട്ടാണ് ഇത് ആക്ച്വലി ചെയ്യാറുള്ളത്. പിന്നെ ഇതെപ്പോഴും വൈറ്റിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് വൈറ്റിലാണ്. സോ ഞാൻ ആദ്യം ഇത് വൈറ്റിൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിതിൽ പെണ്ണുകൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ ആ ഒരു ഇങ്ക് ഉണ്ടല്ലോ, നമ്മൾ വൈറ്റിൽ ചെയ്തതിന് ശേഷവും ആ പെണ്ണിൻ്റെ ഇങ്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിതിൻ്റെ കളർ മാറ്റി ഗ്രീൻ ആക്കിയത്. പിന്നെ അതിനുശേഷം ഞാൻ ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കും. അത് അമർത്തിയതിന് ശേഷം നമ്മളുടെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കും. ഇതൊരു പുതിയൊരു വേറൊരു പെറ്റൽ മാതിരി നമ്മളുടെ ആ ഒരു കുഞ്ഞി കബഡി നിരത്തുന്ന ആ ഒരു ശംഖു പോലത്തെ സംഭവമില്ലേ, അതിൻ്റെ ഒരു ഷേപ്പിൽ അത് കിട്ടുക. ഇത് നമ്മൾ പെറ്റൽസ് ആക്കാൻ വേണ്ടി, ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അങ്ങനെ കുറേ എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഡ്രൈ ആയതിന് ശേഷമുള്ളതാട്ടോ. അങ്ങനെ കുറച്ച് മിറേഴ്സ് നമുക്ക് വേണം. റൗണ്ട് മിറർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡയഗണൽ, പിന്നെ ഇങ്ങനത്തെ ഷേപ്പൊക്കെ ഉള്ള പല ഷേപ്പ്, നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്സ് ആണോ ഇഷ്ടം അങ്ങനെയുള്ള എല്ലാ ഷേപ്സും നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെറ്റൽസ് പോലെ ആ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആ മിറർ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു അളവ് കറക്റ്റ് ആവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതാണ്. അതിനുശേഷം നമ്മളിതാ ഈ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഫാസ്റ്റ് അല്ല കേട്ടോ. ഇതെല്ലാം സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. ഇതിനു വേണ്ടി ഞാൻ 2 പാക്കറ്റ് ഫെവിക്രിൽ മോൾഡിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ആൻഡ് അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് വൈറ്റ് അക്രലിക് പെയിൻറ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ മിറേഴ്സ് ഒട്ടിക്കുന്നതിന് മുന്നെയാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ, കാരണം മിറേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ വൈറ്റ് അക്രലിക് മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം. അതിൻ്റെ മുക്കും മൂലയും നോക്കി വൃത്തിയായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനത് മുഴുവൻ വൈറ്റ് ആക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ആ ലൈൻസ് കാണുന്നതുകൊണ്ട് ഞാൻ വൈറ്റ് ഒഴിവാക്കി. അതിനുശേഷം ഞാനിതാ ഈ ഗ്രീൻ അടിച്ചു കൊടുത്തു. അതായത് ഉള്ളിലത്തെ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം. നമ്മൾ മോൾഡിറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലൊന്നും നമ്മൾ ഗ്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലത്തെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം എല്ലാം പെയിൻറ്റിങ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആയിട്ട് നമ്മളിതിൽ വാർണിഷ് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. വാർണിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മിറേഴ്സ് ഒട്ടിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് മിറേഴ്സ് വാങ്ങിച്ചിട്ട് മിറേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിറേഴ്സ് എന്താ വാർണിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ, മിറേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാർണിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തിളക്കം പോയി പോവും. അത് ജസ്റ്റ് ഒരു ഇങ്ങനെ ഫോഗി ആയിട്ട് കിടക്കും നമ്മുടെ ഗ്ലാസ്. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വാർണിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം മിറർ ഒട്ടിക്കുന്നത്. ഞാനിവിടെ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് മറന്നുപോയി. ഓക്കെ, അങ്ങനെ ഇതാ നമ്മുടെ ലിപ്പനായിട്ട് ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഞാൻ ലിപ്പനാട്ടിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്ത് പറഞ്ഞു തന്നതാണ്. അതിലെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അതും അഥവാ തെറ്റുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.